ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സ്കൂളൊക്കെ തുറന്നു കേട്ടോ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അറിയാലോ, എല്ലാ കുട്ടികളുള്ള അമ്മമാർക്കും അറിയാം രാവിലെ സ്കൂളിൽ പോകുന്ന തിരക്ക് കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ രാവിലെ 5 മണി തൊട്ടിട്ട് 8 മണി വരെയുള്ള വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബും ഹൈപ്പും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് തന്നെ ചെറുപയർ കറിയാണെങ്കിൽ ഉള്ള ചെറുപയറാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. ചെറുപയറും കപ്പയും കറിയും പിന്നെ പുട്ടുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ പിന്നെ ഇന്ന് തെങ്ങമ്മ കയറാൻ ആൾ വരും, തേങ്ങ പറിക്കാൻ ആൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടെ കണക്കൂട്ടിയിട്ട് കപ്പയും ചെറുപയറാണ് കേട്ടോ വെക്കുന്നത്. ഒരടുപ്പത്ത് ചൂടുവെള്ളം ചൂടാവാൻ വെച്ചു. കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. ഒരടുപ്പത്തെ ചെറുപയറും അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം തേങ്ങ പറിക്കാൻ ആൾ വരുന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചപ്പം വന്നില്ല മഴ കാരണം. അപ്പം ഇന്ന് വരും. അപ്പം മോനോട്ട് പറഞ്ഞ് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം എടുക്കാം എന്നുള്ള തരത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ മോന് രാവിലെ 7:30 ആകുമ്പോഴേക്കും അവന് പോകണം. അപ്പോൾ ഒരു 7 മണി 6:45 7 മണി ആകുമ്പോഴേക്കും ഭക്ഷണം ആയാലല്ലേ അവന് കഴിച്ച് ഒരു 7:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയർ അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ എന്ത് ചെയ്താണ്, കപ്പ തോലൊക്കെ കളഞ്ഞ് അത് നുറുക്കി വെക്കുകയാണ് കേട്ടോ. കപ്പ നുറുക്കി വെക്കുകയാണ്. അപ്പോൾ അതും പുട്ടും കപ്പയും ചെറുപയറും കറിയൊക്കെ വിനുക്കുട്ടനും ഇഷ്ടമാണ്. അപ്പോൾ രാവിലത്തെ സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ കഴിക്കുമല്ലോ. പിന്നെ ശീലമാവുന്നില്ല. 7:30 ഈ വൈകി കഴിച്ചോണ്ടേ ഈ 7:30 മണിക്കൊക്കെ കഴിക്കുക അവനെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇതുവരെ 8 മണി 9 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് 7 മണിയാകുമ്പോൾ കഴിക്കാനാണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏകദേശം അത് നുറുക്കി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വെളിച്ചമായിട്ടില്ല കേട്ടോ, നല്ല ഇരുടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് പല്ലേക്കാൻ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് വെള്ളം കുടിക്കണം. അപ്പോൾ പല്ലേച്ചിട്ട് വേണം വെള്ളം കുടിക്കാൻ. അപ്പോൾ പല്ലേച്ച് വന്നിട്ട് തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിക്കുക. അപ്പോൾ ഞാൻ ഒന്ന് നനച്ച് പൊട്ടിച്ചതാട്ടോ. അപ്പോൾ കറക്റ്റ് അളവിൽ വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കറക്റ്റ് അളവിൽ തന്നെ ആയിട്ടോ. അപ്പോഴേക്കും മോഹനേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ പൊട്ടിക്കുന്ന ഒച്ച കേട്ടപ്പോഴേക്കും തന്നെ മോഹനേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ചെറുപയർ വെന്തുട്ടോ. ചെറുപയർ വെന്തപ്പോൾ പിന്നെ ആ കുക്കറിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, കപ്പയും കൂടെ അടുപ്പത്തേക്ക് വെച്ചു. കപ്പ ഒരു 3 വിസിൽ വരുത്തിയിട്ടോ. കപ്പ ചിലപ്പോൾ വെന്തില്ലെങ്കിൽ എന്തോ ഒരു പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ അതിലത്തെ വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ ചെറുപയറിലേക്ക് ഇടുക. പിന്നെ ഇത് അരി നമ്മുടെ നെയ്ച്ചോറല്ല, ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബിരിയാണി ആയതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള അരിയാണ് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് വിനുക്കുട്ടന് എണീറ്റ് വന്നു കേട്ടോ. അതാണ് ആ ചിരിയൊക്കെ. വിളിക്കാതെ തന്നെ അവനിപ്പോൾ എഴുന്നേക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവൻ എണീറ്റ് വന്നപ്പോൾ ഞാനത് കഴുകിയിട്ട് അതൊന്ന് പുതിർത്ത് വെക്കുകയാണ് കേട്ടോ. ഈ അരി പുതിർത്ത് വെക്കുമല്ലോ നമ്മൾ അല്ലേ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി ഒന്ന് കഴുകിയ ശേഷം കുറച്ച് നേരം 1.5 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ അത് വിനുക്കുട്ടൻ എണീറ്റ് വന്ന് വെളിച്ചമായിട്ടില്ല കേട്ടോ. അവൻ പല്ല് വയ്ക്കാൻ പോയി മോനേട്ടയ്ക്ക് തേങ്ങ ചിരവി തരുന്നുണ്ട്. ആ സമയം കൊണ്ട് കപ്പ വെന്തപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് ചെറുപയറിലേക്ക് ഇട്ടു കേട്ടോ. ചെറുപയറിലേക്ക് ഇട്ടു. ആ വെള്ളം കളഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അതിന് കട്ടുണ്ടാവുമെന്ന് പറയില്ലേ. അപ്പോൾ അത് നമ്മൾ കപ്പയിലെ വെള്ളം കളഞ്ഞിട്ടാണല്ലോ എടുക്കുക. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് ഉപ്പൊക്കെ ഇട്ടാണ്. ഉപ്പിട്ടു. മഞ്ഞൾപ്പൊടി ഞാൻ കപ്പയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെറുപയറിന് ഇടാൻ മറന്നുപോയി. അപ്പോൾ കളർ ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങൾ മാത്രമാണ് ഇത് മതി. പക്ഷെ പുറത്തൊരാളും ഉള്ളതല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് തേങ്ങ പറിക്കാൻ ആൾ വരികയാണ്, അയാൾക്കും കൊടുക്കണമല്ലോ എന്ന് കണക്കൂട്ടിയിട്ട് അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് അതൊന്ന് എല്ലാം ഉപ്പൊക്കെ പിടിച്ച് ആ ഒരു സമയമായി. പിന്നെ ഞാൻ തേങ്ങയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും പച്ചമുളകും കൂടെ നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്. അതിലേക്ക് കുറച്ച് കരുവേപ്പിലയും ഇട്ടു. അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടോ. ഒന്ന് തള വരാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളമാണ് അതിൽ ചേർത്തത് പിന്നെ ഉള്ളതൊക്കെ. പിന്നെ അപ്പോൾ ഉപ്പ് കുറവാന്ന് കണ്ടപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ടു. പിന്നെ ഇനി വെളിച്ചെണ്ണയാക്കേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടോ. കപ്പയും ചെറുപയറും കൂടെ ഉള്ള കൂട്ടാൻ റെഡിയായി. പിന്നെ അത് വാങ്ങി വെച്ചു. പിന്നെ ഞാൻ അതിലേക്ക് ഉപ്പുമാവിൻ്റെ പണിയാണ് കേട്ടോ നോക്കുന്നത്. അരി ഉപ്പുമാവാണ്. അരി ഉപ്പുമാവ് അല്ലെങ്കിൽ ബിരിയാണി അരി കൊണ്ടാണ് ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കും. നെയ്ച്ചോറായിരിക്കും വേണ്ട പറഞ്ഞു. പിന്നെ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. കുറച്ച് കടുകും മുളകും പിന്നെ പച്ചപ്പട്ടാണി, ഉള്ളി ഉരുളക്കിഴങ്ങല്ല ഉള്ളിയും ക്യാരറ്റും കരുവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അരി ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതൊക്കെ വഴറ്റി പിന്നെ ഈ അരിയില്ലേ പുതിർത്ത് വെച്ച അരി വെള്ളം കളഞ്ഞിട്ട് കുറച്ച് നേരം ആ വെള്ളം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ചപ്പട്ടാണി, എന്നിട്ടാണ് ഞാൻ പച്ചപ്പട്ടാണി ചേർക്കുന്നത്.
അപ്പോൾ ഞാൻ ഒരു കപ്പില്ല, ആ ഒരു കപ്പ് കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കഴിക്കാനുള്ളല്ലേ, ഞങ്ങൾക്കും കൂടെ കണക്ക് കൂട്ടിയിട്ട് കഴിക്കാൻ. അപ്പോൾ മോനോട്ടം പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ അതന്നെ ഉണ്ടാക്കിയാൽ മതി, ഇനി വേറെ ചോറൊന്നും വെക്കാൻ നിൽക്കണ്ട, അതന്നെ മതി. അപ്പയ്ക്ക് തെങ്ങുമ്മ കയറാൻ ആൾ വന്നിട്ടോ, ആ സമയമാകുമ്പോഴേക്ക് തെങ്ങുമ്മ കയറാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് കൂട്ടിയിട്ട് തന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്കും കൂടെ ഉള്ളത് കണക്ക് കൂട്ടിയിട്ടാണ് വെച്ചത്. അപ്പം അതുകൊണ്ടാണ് ഒരു കപ്പരി കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ വെളിച്ചായി വന്നു, ഒരു 6:30 ആകുമ്പോഴേക്ക് തേങ്ങ പറിക്കാൻ ആൾ വന്നിട്ടുണ്ടേ. അപ്പോൾ വെളിച്ചായി, മഴ ഇല്ല എന്തോ ഭാഗ്യത്തിന്. ഇത് വിനുക്കുട്ടൻ രാവിലെ തന്നെ TV മൊബൈൽ കാണുമല്ലോ കേട്ടോ. അവനിന്ന് കിസ്സുണ്ട്, പരിസ്ഥിതി ദിന കിസ്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ പഠിക്കുക കേട്ടോ. അവന് ടെൻഷനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതായത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പുട്ടിന് കുഴക്കുകയാണ് കേട്ടോ. ആദ്യം കുറച്ച് കുഴച്ച്, ഇനി ഒരുപാട് കുഴച്ച് അധികം ഇപ്പോൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുഴച്ചു. അങ്ങനെ കുറച്ച് കുഴച്ചിട്ട് പിന്നെ നോക്കുകയാണ്. എന്നിട്ട് വേണമെങ്കിൽ എത്ര ഉണ്ട് നോക്കിയിട്ട് രണ്ടാമത് അധികം ആക്കില്ല, കുറച്ചിട്ട് നമുക്ക് പിശുക്കി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മാത്രമല്ലല്ലോ, പുറത്തൊരാൾ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എണ്ണി അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം എടുത്താൽ മതിയല്ലോ. പിന്നെ എന്തായാലും കളയില്ല, വൈകുന്നേരം കഴിക്കാന്നുള്ള പാകത്തിന് തന്നെയാണ് കേട്ടോ കുറച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അതവിടെ കുഴച്ച് വെച്ച ശേഷം ഞാൻ അതുവരെയുള്ള പാത്രങ്ങൾ, അത് സോപ്പിട്ട് കഴുകാനൊന്നുമില്ല, അധികം ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അവിടെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞാൽ ഓരോന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം തെങ്ങുമ്മ കയറുന്ന ദിവസം ആയതുകൊണ്ട് ഇനി മോനോട്ടനൊന്ന് ജോലിക്കും പോകണമല്ലോ. അപ്പം പറമ്പ് പോയിട്ട് കുറച്ച് പണിക്ക് സഹായിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് വേഗം ചെയ്യുന്നത്. അപ്പോഴേക്കും എന്തായി, നമ്മുടെ പുട്ടിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുട്ടിന് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യത്തെ പ്രാവശ്യത്തെ പുട്ട് എന്ത് ചെയ്യാണ്, പിന്നെ പുട്ടും കുറ്റിയിലേക്ക് ഇടുകയാണ് കേട്ടോ. കാരണം 7 മണി 6:45 ആകുമ്പോഴേക്ക് വിനുക്കുട്ടനാവണം. അപ്പോൾ അധികം വൈകിക്കൂടാ, അവന് കൊടുക്കാനുള്ള ഭക്ഷണം എന്തായാലും ഉണ്ടാക്കണമല്ലോ. അപ്പം മറ്റേത് നമുക്ക് പിന്നെ കുറച്ച് പതുക്കിയായാലും മതി, വിനുക്കുട്ടനെ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ കുറ്റി അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നങ്ങനെ ആയിക്കോട്ടെ, സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അതങ്ങനെ ആക്കുകയാണ് കേട്ടോ. കറിയായി, നമ്മുടെ ഉപ്പുമാവുമായി, വിനുക്കുട്ടന് ഉച്ചത്തേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണമായി, പിന്നെ രാവിലത്തേക്കുള്ള കറിയായി. ഇനി പുട്ടാവണം, പിന്നെ പപ്പടം കാച്ചണം. അപ്പോൾ അത്ര ഉള്ളൂ. അപ്പോൾ ഏകദേശം സമയം അവന് 7 മണിയാകുമ്പോഴേക്കും അവൻ റെഡിയാവും. അവന് കുളിച്ച് വരുമ്പോൾ അവനോട് തല കുളിക്കേണ്ട പറഞ്ഞതാ, വൈകുന്നേരം വന്നിട്ട് തല കുളിക്കും. ഇപ്പം രാവിലെ മേല് മാത്രമേ കഴുകുള്ളൂ, രാവിലെ തന്നെ തല കുളിക്കല്. ഇപ്പോൾ ഈ തണുപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടേ വേഗം ജലദോഷം വരും അവന്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞത് അവനോട്. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യത്തെ പുട്ട് അടുപ്പത്തേക്ക് വെച്ചു, അതൊക്കെ അടച്ചു വെച്ചു. പിന്നെ ഇനിയിപ്പം പപ്പടം കാച്ചണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചീനച്ചട്ടിയൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതാ ചീനച്ചട്ടിയൊക്കെ വെച്ചു, ഗ്യാസിൽ വെച്ചു. അതിനുശേഷം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇനി പപ്പടം കാച്ചാൻ പോവുകയാണ് കേട്ടോ. ഒരു 3-4 പപ്പടേ കാച്ചുന്നുള്ളൂ, 2 വിനുക്കുട്ടന് കൊണ്ടുപോകാനും പിന്നെ ഉച്ചത്തേക്കുള്ളതും ഒക്കെ അങ്ങനെ കണക്കൂട്ടിയിട്ട് ഒരു 4-5 പപ്പടം. പിന്നെ തീർന്നു കേട്ടോ, ശരിക്കും പറഞ്ഞാൽ പപ്പടം തീരുകയും ചെയ്തു. ഇനിയിപ്പോൾ പപ്പടം വാങ്ങാൻ ഞാൻ മോനോട്ടോട് പറഞ്ഞിട്ടുണ്ട്, പപ്പടം വാങ്ങണം, പപ്പടം തീർന്നു എന്ന്. വിനുക്കുട്ടന് ഇങ്ങനെ പപ്പടം ഇഷ്ടമാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ കൂട്ടുന്നത് കുറവാണ്, എന്നാലും ഇടേ സമയത്ത് പപ്പടം കൂട്ടാൻ നമുക്കൊരു ഇഷ്ടമാണല്ലോ, അതങ്ങനെയാണ്. അപ്പോൾ പപ്പടം അവിടെ കാച്ചി വെച്ചു, അത് അവിടെ അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ എന്തായി, ആദ്യത്തെ പ്രാവശ്യത്തെ പുട്ടിൻ്റെ ആവിയും വരുന്നുണ്ട്. പിന്നെ വിനുക്കുട്ടനെ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ അവിടെ ഇരുന്നിട്ടാണ് ഇവൻ വായിക്കുള്ളൂ. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ട്, ഉമ്മറത്ത്. അപ്പം ആരെങ്കിലും കേട്ടോണ്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അവൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് കൊടുത്ത് വന്നിട്ട് അവിടെ ഇരുന്ന് വായിക്കുക. അപ്പോൾ എവിടെ നിന്നായാലും അവൻ വായിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോഴേക്കും പിന്നെ മോഹനേട്ടന് ഞാൻ ചായ കൊടുത്തു. മോഹനേട്ടൻ വൈകിട്ടോ, അവിടെ തെങ്ങിൽ കയറാൻ ആൾ വന്നുകൊണ്ട് അയാളുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് വന്നപ്പോഴേക്ക് ഞാൻ മോഹനേട്ടന് ചായയും റെഡിയാക്കി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ സമയത്ത് പുട്ട് റെഡിയായി. അത് എന്ത് ചെയ്യാണ്, ആവി വന്നപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാണ്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ പുട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളം കുറച്ച് വറ്റിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒന്ന് എടുത്ത് നനച്ചെടുത്തു കേട്ടോ, ഒരു വെള്ളം ഇല്ലാത്ത പോലെ. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പുട്ട് വെച്ചു കേട്ടോ. എന്താ കുറച്ച് പിട്ട് ബാക്കിയായിട്ടുണ്ട്, സാരമില്ല, വൈകുന്നേരം എടുക്കാമെന്നുള്ള പാകത്തിനാക്കി വെച്ചത്. അതാ തേങ്ങ പറിച്ചു തുടങ്ങി കേട്ടോ, മുന്നിലെ തെങ്ങന്ന് തേങ്ങയൊക്കെ പറിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് എടുത്തതാണ്. തേങ്ങ വീഴുന്നില്ല, ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ. ഇതാണ് ഞങ്ങളെ വിറക് വര കേട്ടോ. പുതിയതായിട്ട് ഞാൻ എല്ലാവരോടും വിറക് വര പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ 2 വിറകെടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിറക് വരയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ വിറക് വര. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കുണ്ട് വിനുക്കുട്ടന് കൊണ്ടുപോകാനുള്ള വെള്ളം ബോട്ടിൽ നിറയ്ക്കുകയാണ് കേട്ടോ.
അവനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ 7ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ഞാൻ വലിയ ആളായി എന്നൊക്കെ ഒരു ഭാവം. അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് അപ്പോഴേക്കും ഉപ്പുമാവും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കടുകും മുളകും ഉഴുന്നുപരിപ്പും ഒക്കെയാണ് വറവിനെടുത്തത്. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ ഉള്ളി, ക്യാരറ്റ്, ഇഞ്ചി അതൊക്കെ കൂടെ കൂടിയിട്ട് അതാണ് കേട്ടോ. നല്ല പാകത്തിന് വന്നിട്ടുണ്ട്, വേറിട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് കൊണ്ടുപോകാനുള്ളത് എടുത്തു വെച്ചു കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ടായിട്ട് ഞാൻ നൈറ്റീൻ്റെ ഒരു ഭാഗത്ത് ഇത് പിടിച്ചതാണ്. പിന്നെ പപ്പടം, ഇത് രണ്ടും ആക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു ടവലിൽ പൊതിഞ്ഞ് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വിനുക്കുട്ടൻ പറഞ്ഞു ടവലിൽ പൊതിയണ്ട, ഇതിൽ മതി. കണ്ടില്ലേ അവൻ്റെ ബാഗ്. അപ്പോൾ വിനു അറിയാം അമ്മ ഒന്ന് ബാഗ് എടുത്ത് പൊക്കി നോക്കും, നല്ല കനമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എന്ത് ചെയ്തു, അതൊന്ന് പൊക്കി നോക്കിയതാണ്. അപ്പോൾ അതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഭക്ഷണമായെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കണം. ആദ്യം ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴേക്ക് വിനു മേലെഴുകലൊക്കെ കഴുകി വന്ന് ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ വിനുക്കുട്ടനുള്ള പുട്ട് എടുത്ത് കൊടുക്കുക കേട്ടോ. പുട്ടിന് നല്ല ചൂടുണ്ട്, കറിക്ക് നല്ല ചൂടുണ്ട്. അപ്പം അവൻ അവിടെ ഇരിക്കുമ്പോഴേക്ക് അതൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ചിട്ട് ഞാനൊന്ന് ആ സ്പൂൺ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്, കാരണം നല്ല ചൂടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ കൊണ്ട് കൊടുത്താൽ അവന് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. കണ്ടില്ലേ, നുള്ളിയിട്ടാണ് കഴിക്കുക ഇവൻ ഭക്ഷണം. കണ്ടില്ലേ, ഈ രാവിലത്തെ സമയം ഇവന് ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങില്ല. അപ്പോൾ ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, ഒരു കളിയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുക, അവിടെ ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കട്ടെ. പിന്നെ അവൻ പോയി 7:30 കറക്റ്റ് 7:30 മണിയാകുമ്പോൾ വിനുക്കുട്ടൻ പോയിട്ടോ. പിന്നെ ഞാൻ അവിടെ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് ഏകദേശം ആ ഒരു രാവിലത്തെ ആ 7:30 വരെയുള്ള തിരക്ക് ഒന്നും ഒതുങ്ങി. ഒരു ടെൻഷനാണ് എനിക്ക്. അവൻ്റെ വണ്ടി വരുമ്പോഴേക്ക് ആവില്ലേ, ഇവൻ ഭക്ഷണം കഴിക്കില്ലേ, ഇങ്ങനെയൊക്കെ ഓരോ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവന് ഭക്ഷണം കൊടുത്ത് അവന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനും കൊടുത്തപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ടോ. പിന്നെ പാത്രം കഴുകുകയാണ്. ഇനിയിപ്പോൾ പാത്രം കഴുകിയിട്ട് വേണം ഇനി പറമ്പിലേക്ക് ഇറങ്ങി തേങ്ങ പെറുക്കി കൊണ്ടിടാൻ വേണ്ടിയിട്ട് മോഹനേട്ടൻ്റെ കൂടെ. അതെല്ലാം വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊന്നും എടുക്കാത്ത കേട്ടോ. പിന്നെ ഞാൻ ഈ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് മുറ്റം അടിക്കാനുണ്ട് കേട്ടോ. അന്ന് എന്തായാലും തെങ്ങിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ മുറ്റത്തൊക്കെ ഭയങ്കര വൃത്തിയോടായിരിക്കും മുറ്റത്തുള്ള തെങ്ങൊക്കെ കയറുമ്പോൾ. അപ്പം മുറ്റടിക്കണം, അങ്ങനെ കുറേ പണികൾ. ഇനി ബാക്കി എല്ലാ പണികളുണ്ട്. അലക്കാനുണ്ട്, അരിച്ചു വാരി തുടയ്ക്കണം, മുറ്റടിക്കണം, തേങ്ങ പെറുക്കി കൊണ്ടിടണം, ഇങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. എന്നാലും ആ രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അന്ന് പെട്ടെന്നൊന്നും കുളിച്ചിട്ടൊന്നുമില്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പം ഭക്ഷണം മാത്രമായി, ഉച്ചത്തേക്ക് ആ ഉപ്പുമാവായതുകൊണ്ട് അത് മാത്രമായി. പിന്നെ ആ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചു. പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇതേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. എല്ലാവരും ഹൈപ്പും ചെയ്യണേ, ലൈക്കും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തട്ടെ. ഇനിയും ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.